ഒരിക്കൽ ഫ്രാൻസ് നിഷേധിച്ച റഡാർ സാങ്കേതിക വിദ്യ ഇപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച് വിരൂപാക്ഷ എന്ന പേരിൽ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഒരിക്കൽ വിദേശ രാജ്യങ്ങൾ കൈമാറാൻ വിസമ്മതിച്ച സാങ്കേതിക വിദ്യ ഇന്ന് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്തിരിക്കുന്നു. സൈനിക ഇലക്ട്രോണിക്സ് രംഗത്ത് നിർണായക മുന്നേറ്റമായി ഗാലിയം നൈട്രൈഡ് അധിഷ്ഠിത ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്റ്റാൻഡേർഡ് അറേ അഥവാ AESA റഡാർ പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തുവെന്ന അഭിമാന നേട്ടത്തിലാണ് ഇന്ത്യ. അങ്ങനെ ലോകത്തെ അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യ കൈവശമുള്ള രാജ്യങ്ങളുടെ നിരയിലേക്ക് ഇന്ത്യയും ഉയർന്നിരിക്കുകയാണ്. ഈ നേട്ടത്തിന് പിന്നിൽ ഒരു ദശാബ്ദം നീണ്ട പരിശ്രമത്തിന്റെ കഥയുണ്ട്. 2016 ഫ്രാൻസിൽ നിന്ന് 36 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോഴാണ് ഗാലിയം നൈട്രൈഡ് റഡാർ സാങ്കേതിക വിദ്യ ഇന്ത്യ ഫ്രാൻസിനോട് ആവശ്യപ്പെട്ടത്. ആധുനിക യുദ്ധവിമാനങ്ങളുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിലും ഭാവിയിലെ പ്രതിരോധ സ്വയം പര്യാപ്തത ഉറപ്പാക്കുന്നതിലും നിർണായകമായ ഈ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കൈമാറാൻ അന്ന് ഫ്രാൻസ് തയ്യാറായില്ല. അന്താരാഷ്ട്ര കയറ്റുമതി നിയന്ത്രണങ്ങളും സുരക്ഷാ നിബന്ധനകളും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഫ്രാൻസ് അത്തരമൊരു തീരുമാനമെടുത്തത്. അന്നത്തെ സാഹചര്യത്തിൽ ഇത്തരം തന്ത്രപ്രധാന സാങ്കേതിക വിദ്യകൾ കൈമാറുന്നതിൽ വലിയ നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ആ തിരിച്ചടി ഇന്ത്യയെ മറ്റൊരു വഴിയിലേക്ക് നയിച്ചു. സ്വന്തമായി റഡാർ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ DRDO ഗവേഷണ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. വർഷങ്ങളായുള്ള പരീക്ഷണങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും ഒടുവിലാണ് വിരൂപാക്ഷ എന്ന പുതുതലമുറ റഡാർ രൂപം കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഉപയോഗത്തിലുള്ള ഗാലിയം ആഴ്സനൈഡ് സാങ്കേതിക വിദ്യയേക്കാൾ ഏറെ മുന്നിലാണ് ഗാലിയം നൈട്രൈഡ് അധിഷ്ഠിത റഡാർ സംവിധാനങ്ങൾ. ഉയർന്ന ഊർജ്ജശേഷി, കൂടുതൽ പ്രവർത്തന പരിധി, ഉയർന്ന താപനിലയിൽ പ്രവർത്തിക്കാനുള്ള കഴിവ്, ശത്രുക്കളുടെ ജാമിംഗ് ശ്രമങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി തുടങ്ങിയ നിരവധി സവിശേഷതകളാണ് ഗാലിയം നൈട്രൈഡ് അധിഷ്ഠിത റഡാർ സംവിധാനങ്ങളെ വേറിട്ടു നിർത്തുന്നത്. DRDO വികസിപ്പിച്ച വിരൂപാക്ഷ റഡാറിന് ഒട്ടനേകം പ്രത്യേകതകളുണ്ട്. കിലോമീറ്ററിലധികം ദൂരെയുള്ള സാധാരണ ലക്ഷ്യങ്ങളെയും 200 കിലോമീറ്റർ അകലെയുള്ള സ്റ്റെൽത്ത് വിമാനങ്ങളെയും കണ്ടെത്താൻ ഇതിന് ശേഷിയുള്ളതായാണ് വിലയിരുത്തപ്പെടുന്നത്. ഭാവിയിൽ നവീകരിക്കുന്ന സുഖോയ് 30 MKI യുദ്ധവിമാനങ്ങളിലും തേജസ് മാർക്ക് 2 AMCA തുടങ്ങിയ അടുത്ത തലമുറ ഇന്ത്യൻ യുദ്ധവിമാനങ്ങളിലും ഈ റഡാർ ഉപയോഗിക്കപ്പെടും. അമേരിക്ക, ചൈന, ഫ്രാൻസ്, ഇസ്രയേൽ, ജപ്പാൻ തുടങ്ങിയ ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ഗാലിയം നൈട്രൈഡ് അധിഷ്ഠിത AESA റഡാർ സാങ്കേതിക വിദ്യ കൈവശമുള്ളത്. ഇന്ത്യയുടെ ഈ നേട്ടം ഈ രംഗത്തെ സ്വയം പര്യാപ്തതയിലേക്കുള്ള വൻ ചുവടുവയ്പായാണ് വിലയിരുത്തപ്പെടുന്നത്. റഡാറിന്റെ വ്യാവസായിക ഉൽപാദനത്തിനായി DRDO വിവിധ പൊതുമേഖല സ്വകാര്യ കമ്പനികളെ ഉൾപ്പെടുത്തി പ്രത്യേക കൺസോർഷ്യം രൂപീകരിച്ചിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ലാർസൻ ആൻഡ് റൂബോ, അസ്ത്ര മൈക്രോവേവ്, ഐകോം ടെലി, ഡാറ്റ പാറ്റേൺസ്, ആക്സിസ് കേഡ്സ് തുടങ്ങിയ കമ്പനികളാണ് ഈ പദ്ധതിയുടെ ഭാഗമായിരിക്കുന്നത്. 2025 ഡിസൈൻ ഘട്ടം പൂർത്തിയാക്കിയ വിരൂപാക്ഷയുടെ ആദ്യ വിജയകരമായ ഫസ്റ്റ് ലൈറ്റ് പരീക്ഷണം അടുത്തിടെ നടക്കുകയുണ്ടായി. നിലവിൽ ഗ്രൗണ്ട് ടെസ്റ്റുകളും മറ്റ് സാങ്കേതിക പരിശോധനകളുമാണ് പുരോഗമിച്ചു വരുന്നത്. ആദ്യഘട്ട റഡാറുകൾ വിലയിരുത്തലിനായി ഉടൻ കൈമാറുമെന്നും റിപ്പോർട്ടുണ്ട്. 2027 ആദ്യ ബാച്ച് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. തുടർന്ന് 2028 വിമാനങ്ങളിൽ ഫ്ലൈറ്റ് ട്രയലുകൾ ആരംഭിക്കും. 2030 വിരൂപാക്ഷ റഡാർ പൂർണ്ണമായും ഇന്ത്യൻ വ്യോമസേനയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒരു കാലത്ത് വിദേശ രാജ്യങ്ങൾക്ക് മുന്നിൽ കൈനീട്ടിയ ഇന്ത്യ ഇന്ന് അതേ സാങ്കേതിക വിദ്യ സ്വന്തം ഗവേഷണത്തിലൂടെ വികസിപ്പിച്ചെടുത്തിരിക്കുന്നു. പ്രതിരോധ രംഗത്തെ സ്വയം പര്യാപ്തതയിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിൽ വിരൂപാക്ഷ റഡാർ ഒരു നിർണായക നാഴികക്കല്ലായി മാറുകയാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.